ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും നേതാക്കൾ തമ്മിലുള്ള പരസ്യ വിമർശനം കോൺഗ്രസിൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഇനി പരസ്യ വിമർശനം പാടില്ല എന്ന നിലപാടെടുത്ത KPCC അധ്യക്ഷൻ കെ സുധാകരൻ തന്നെയാണ് VM സുധീറിനെതിരെ രംഗത്തെത്തിയത്. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷൻ ചേർന്ന് നയിക്കുന്ന സംസ്ഥാന ജാഥ തുടങ്ങാനിരിക്കെ പാർട്ടിയിൽ അനൈക്യം തിരിച്ചടിയാകും. സലിം മാലിക് ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേർന്നുണ്ട്. സലിം മാലിക്, അല്പം മുൻപ് ഈ VM സുധീരൻ ഉയർത്തിയ വിമർശനവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അതിനൊക്കെ KPCC പ്രസിഡന്റ് മറുപടി നൽകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇതൊരു തർക്കമായി വളരുന്നുണ്ടോ പാർട്ടിയിൽ, സലീം? ഉന്മേഷ്, ഏറെ നാളായി തന്നെ കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ അത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് മറനീക്കി പുറത്തു വന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വസ്തുത. കാരണം ഏറെക്കാലമായി KPCCയുടെ ഒരു യോഗത്തിലും VM സുധീരൻ പങ്കെടുത്തിരുന്നില്ല. അതിനുശേഷമാണ് ഇന്നലെ നടന്ന KPCCയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ VM സുധീരൻ എത്തുകയും നേതൃത്വത്തിനെതിരെ രൂക്ഷ സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. VM സുധീരന്റെ വിമർശനങ്ങളുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ VD സതീഷിനോട് ചോദ്യം ഉന്നയിച്ചത്. സലിം മാലിക് തുടരുന്നുണ്ട്. സലീം, തുടർന്നോളൂ. ഉന്മേഷ്, അങ്ങനെ സാധാരണഗതിയിലുള്ള ഒരു വിമർശനമായിരുന്നില്ല VM സുധീരൻ ഉന്നയിച്ചത്. അതിന് പകരം നേതൃത്വത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഈ നേതൃത്വം ഒരു പരാജയമാണ്, മാത്രമല്ല ഈ നേതൃത്വത്തിന്റെ ആകെയുള്ള ഗുണം 2 ഗ്രൂപ്പ് മാത്രം ഉണ്ടായിരുന്ന കോൺഗ്രസിനെ 5 ഗ്രൂപ്പാക്കി വളർത്തി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു നേട്ടവുമില്ല എന്ന നിലയിലുള്ളതായിരുന്നു അത്തരത്തിലൊരു വിമർശനം. മാത്രമല്ല ദേശീയ നേതൃത്വത്തെയും വിമർശിച്ചു. മൃദു ഹിന്ദുത്വം കൊണ്ട് കോൺഗ്രസിന് കാര്യമില്ല എന്നുള്ളത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങളായിരുന്നു ഉന്നയിച്ചത്. അതിന് അവിടെ വെച്ച് തന്നെ ദീപാദാസ് മുൻഷി AICC ജനറൽ സെക്രട്ടറി തന്നെ മറുപടി കൊടുത്തിരുന്നു. പക്ഷെ അതിനുശേഷം ഈ സുധാകരൻ ഇതൊരു പരസ്യ വിമർശനത്തിലേക്ക് കടക്കുന്നത് തന്നെ ദീപാദാസ് മുൻഷിയോട് ചോദിച്ച ചോദ്യത്തിനായിരുന്നു കെ സുധാകരൻ ഇടപെട്ട് മറുപടി പറഞ്ഞത് അത് താൻ പാർട്ടി വിട്ടു എന്ന് നേരിട്ട് പോയി കണ്ടപ്പോൾ VM സുധീരൻ പറഞ്ഞതാണ് എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അതിനുശേഷം മിനിറ്റുകൾക്കുള്ളിൽ ആ നിലപാട് തിരുത്തി അത് മറ്റൊരു നിലപാടിലേക്ക് ആക്കുകയും ചെയ്തു. അത് പാർട്ടി വിട്ടു എന്നല്ല, ഇനി സഹകരിക്കാനില്ല എന്നാണ് പറഞ്ഞത് എന്ന് തിരുത്തുകയും ചെയ്തു. പക്ഷെ അപ്പോഴും VM സുധീരൻ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടി പറയാനുള്ള വില പോലും കൽപ്പിക്കുന്നില്ല എന്നൊരു വലിയ വിമർശനം കൂടിയാണ് നടത്തിയത്. VM സുധീരൻ എന്തായാലും ഇതിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ശരി, സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.